നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂട്ടുകാരന്റെ വീട്ടിലെത്തി ആത്മഹത്യക്ക് ശ്രമിച്ച 40-കാരിയെ രക്ഷപ്പെടുത്തി പോലീസ്. ശനിയാഴ്ച വൈകിട്ട് 6:30 ചേർത്തല എക്സ്റേ കവലയ്ക്ക് സമീപമുള്ള കൂട്ടുകാരന്റെ വീട്ടിലെത്തി യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചത്. പോലീസിന്റെ സമയോചിതമായ ഇടപെടലിൽ വാതിൽ പൊളിച്ച് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ചേർത്തല 11 മൈൽ സ്വദേശിനിയെയാണ് രക്ഷപ്പെടുത്തിയത്. കൂട്ടുകാരനാണ് വിവരം പോലീസിനെ അറിയിച്ചത്. പോലീസ് എത്തി വീടിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കടക്കുമ്പോൾ ഇവർ തൂങ്ങി നിൽക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇവരെ രക്ഷപ്പെടുത്തി. ഇരുവരും മദ്യലഹരിയിലായിരുന്നെന്നാണ് വിവരം. ഭർത്താവ് മരിച്ച യുവതി ഇയാളുമായി സൗഹൃദത്തിലായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിലെത്തിയത്. SI സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജീഷ്, സാബു എന്നിവരെത്തിയാണ് രക്ഷിച്ചത്. താലൂക്ക് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു സംഭവത്തിൽ നീരൊഴുക്ക് നിലച്ച പുഴയിൽ 3 പേർ മുങ്ങി മരിച്ച സംഭവത്തിന്റെ ഞെട്ടലിലാണ് പൊയ്യ പെരുവഴിക്കടവ് ഭാഗത്തെ നാട്ടുകാർ. വൈകിട്ട് 5:30 ആദ്യം കുട്ടികളും പിന്നാലെ മുതിർന്നവരും 1/2 കിലോമീറ്ററോളം അകലെ ചെറുപുഴയിലെ പുളിക്കമണ്ണിൽ കടവിലേക്ക് പോയതെന്ന് പരിസരവാസികൾ പറയുന്നു. കുറ്റിക്കാടുകൾ താണ്ടി നടക്കാൻ മാത്രം കഴിയുന്ന വഴിയിലൂടെ പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ആളുകൾ സ്ഥിരമായി അലക്കാനും കുളിക്കാനും എത്താറുണ്ട്. ഈ ഭാഗത്തിന് തൊട്ടു താഴെ ഭാഗത്ത് പുഴയിൽ വേനലിൽ പോലും 2 ആൾ പൊക്കമുള്ള ആഴമുള്ള കയമുണ്ട്. ആദ്യം വെള്ളത്തിലിറങ്ങിയ അദ്വൈത് വെള്ളം കുറഞ്ഞ ഭാഗത്തു നിന്ന് തെന്നി ആഴമുള്ള ഭാഗത്ത് മുങ്ങിത്താഴുന്നത് കണ്ട സഹോദരി അനേഖ ബഹളം വച്ചതിനെ തുടർന്ന് ബന്ധുവായ സിന്ധുവും മകൾ ആതിരയും മാതാവ് സിനുജയും പുഴയിലേക്ക് എടുത്തു ചാടി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വെള്ളത്തിൽ മുങ്ങിപ്പോയതാവാം എന്നാണ് നാട്ടുകാർ പറയുന്നത്. പരിസരത്തുണ്ടായിരുന്നവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരും വെള്ളമാടിക്കുന്ന് നിന്ന് എത്തിയ അഗ്നിരക്ഷാസേനയും പുഴയിൽ തിരച്ചിൽ നടത്തിയാണ് 4 പേരെയും പുറത്തെടുത്തത്. ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3 പേരും മരണത്തിന് കീഴടങ്ങി. സിനുജ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ രാവിലെ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കിയതിനു ശേഷം സംസ്കരിക്കും. 48-കാരിയായ മിനി എന്ന സിന്ധുവിന്റെ മകൾ ആതിര, സിന്ധുവിന്റെ ബന്ധു അദ്വൈത് എന്നിവരാണ് മരിച്ചത്. അദ്വൈത് ചെത്തുകടവിലെ കുന്നമംഗലം ഈസ്റ്റ് AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അദ്വൈതിന്റെ അമ്മ സനൂജയാണ് ചികിത്സയിൽ കഴിയുന്നത്. കുടുംബസമേതം തിരുപ്പതി സന്ദർശനത്തിന് ശേഷം സിന്ധുവും മകൾ ആതിരയും ഇന്നലെ ഉച്ചയോടെ ബന്ധുവായ ഷൈജുവിന്റെ വീട്ടിലെത്തിയതായിരുന്നു. അവിടെ നിന്നാണ് വൈകിട്ട് കുളിക്കാൻ പോയത്. 5:30 അദ്വൈത് ഒഴുക്കിൽപ്പെടുന്നത്. അദ്വൈതിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റുള്ളവരും അപകടത്തിൽപ്പെടുകയായിരുന്നു. ആതിരയുടെ മകൻ ധ്രുവനും അദ്വൈതിന്റെ സഹോദരി അനേഖയും ഇവർക്കൊപ്പം കുളിക്കാൻ പോയിരുന്നു. ഇവരുടെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. അതിനിടെ മലയൻകീഴിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് കുത്തിക്കൊന്നു. കാരങ്കോട്ടുകോണം സ്വദേശി ശരത്താണ് കൊല്ലപ്പെട്ടത്. കുത്തേറ്റ അഖിലേഷ് എന്നയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബിയർ കുപ്പി പൊട്ടിച്ച് യുവാക്കളെ കുത്തിയ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഉത്സവത്തിൽ മൈക്ക് സെറ്റ് കെട്ടിയതുമായി ബന്ധപ്പെട്ട് മദ്യപാനത്തിനിടെ തർക്കമുണ്ടായതോടെ സമീപവാസിയായ രാജേഷ് ഇവിടേക്കെത്തി. പിന്നീട് രാജേഷും അരുണും തമ്മിൽ തർക്കമുണ്ടാവുകയും രാജേഷിനെ അരുൺ മർദ്ദിക്കുകയും ചെയ്തു. ഇത് ചോദിക്കാനെത്തിയ രാജേഷിന്റെ ബന്ധുക്കളായ ശരത്, അഖിലേഷ് എന്നിവരെ ബിയർ കുപ്പി കൊണ്ട് കുത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.